Hey, Bhaskara, what are you doing there? You come here. Come here. And this grass, and this area's grass. Ellam chettiko. And then take and put it this vehicle, and then go there. Okay. Bhaskara, where is Gopal? Where is Gopal? I don't know. മാഷേ നമസ്കാരം. എന്താ ഇങ്ങനെ ഈ വഴിക്കൊക്കെ? അല്ല വേറൊന്നുമില്ല, നമ്മുടെ ഭാഷ മലയാള ഭാഷയാണ്. അറിയാലോ, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ മലയാള ഭാഷാ സമ്മേളനമാണ് അടുത്ത ആഴ്ച. അപ്പൊ എത്ര തിരക്കുണ്ടെങ്കിലും അതിന് വരണം. വരും. അത് പറയാനാ ഞങ്ങൾ വന്നത്. ഞാൻ പഠിപ്പിച്ച കുട്ടിയാ, ഞാൻ പഠിപ്പിച്ച പയ്യനാ. ഇപ്പം വില്ലേജ് ഓഫീസറാ. ആ ഞൊടിന്ന് വേണി. അപ്പോ എന്ത് തിരക്കുണ്ടെങ്കിലും അവിടെ എത്തണം. ഞങ്ങൾക്ക് ഇപ്പം തന്നെ പോകണം. ഒന്നും വേണ്ട, ഞങ്ങൾ വിളിക്കാം. മര്യാദക്കാരനാ. ഇടയ്ക്ക് ഒരു ഇംഗ്ലീഷ് പറയുന്നു, അത് മാത്രമേ പ്രശ്നമുള്ളൂ. ഞാനൊന്നും വേണ്ടില്ല. സുമേഷണ്ടാ അപ്പോഴേ സത്യസീന ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാല്, Hey Bhaskar brother, what are you doing? I am not telling you this. Okay, carry on. Sir. അല്ല സത്യസീന, തനിക്ക് ഈ മലയാള ഭാഷയോട് വല്ല പുച്ഛം ഉണ്ടോ? ഒന്നുമില്ല മാഷേ. അല്ല ഞാനേ പണിക്കാരെ പുള്ളിക്ക് കുറേശ്ശെ ഇംഗ്ലീഷ് അറിയാം. അല്ല അതായിക്കോട്ടെ, നമ്മളിപ്പോ ഈ കാണുന്നോടടുത്തും പോണോടത്തും ഒത്തൊക്കെ ഇതന്നെ പറയാന്ന് വെച്ചാല് നമ്മുടെ മലയാള ഭാഷ പ്രയോഗിക്കുന്നത് നമ്മളാണ് ആദ്യം. എന്നാലേ ഇത് വ്യാപകമാവുള്ളൂ. നമ്മളെ ഒതുക്കി വെച്ച് കഴിഞ്ഞാല് അല്ല ഇരിക്ക, അതല്ല അങ്ങനെ. മാഷയുടെ മോനിപ്പോ എവിടെ? മോനെ എവിടെ? മോൻ അവൻ ഇവിടെയാണല്ലോ, ന്യൂയോർക്കിലാണല്ലോ. എവിടെ? ന്യൂയോർക്ക്, യുഎസ്എ. ന്യൂയോർക്കില്. അല്ല അവിടെ ഇപ്പൊ ആള് എങ്ങനെയാ, മലയാളത്തിൽ തന്നെ സംസാരമൊക്കെ? അല്ല അവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അവനോട് ഇംഗ്ലീഷിൽ സംസാരിക്കും. ഞാൻ വിളിക്കുമ്പോ എന്നോട് മലയാളത്തിൽ സംസാരിക്കും. ശരിക്കും ഇപ്പൊ മാഷയുടെ മകനായതുകൊണ്ട് അല്ല പറയട്ടാ, ശരിക്കും അവിടെ ഉള്ള ന്യൂയോർക്കിലുള്ള ആളുകളോടൊക്കെ മലയാളത്തിൽ സംസാരിച്ചിട്ട് അവരെ ഒക്കെ മലയാളത്തിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് ശരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതേ, അപ്പോ ഇതിന് എന്തായാലും ഈ സമ്മേളനത്തിന് എത്തണം. നമ്മുടെ ഇവിടെ മലയാള ഭാഷ ഉദ്ധരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇംഗ്ലീഷ് നമുക്ക് വേണ്ട. അങ്ങനെ പറയുന്നതിൽ വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാഷേ. ഇപ്പോ അമേരിക്കക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഒരാളോട് സംസാരിക്കണമെങ്കിലും, ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഒരാള് ആഫ്രിക്കക്കാരനോട് സംസാരിക്കുകയാണെങ്കിലും ഉപയോഗിക്കുന്ന ഒരു കോമൺ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇപ്പോൾ ലോകത്തിൽ 30% ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ഭാഷയാണ്. അല്ലേ? അല്ല അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മളിപ്പോ നമ്മുടെ PSC ടെസ്റ്റുകള്, അതുപോലെ ഈ സർക്കാർ ഓഫീസുകളിലുള്ള ചില എഴുത്തുകുത്തുകള്, ഇതൊക്കെ ഇംഗ്ലീഷിലാക്കി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ മാതൃഭാഷ മറക്കുവോ? മറക്കില്ല. ഇപ്പൊ ഓഫീസുകളിലൊക്കെ ഇംഗ്ലീഷ് ഭാഷ എടുത്ത് മാറ്റിയിട്ട് എല്ലാം മലയാളം ആക്കിയതോട് കൂടിയിട്ട് അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് പോലും ഇപ്പൊ അത് പറ്റാണ്ടായി. കാരണം എന്താ, പ്രയോഗിക്കണില്ലല്ലോ. ഇപ്പൊ ഞാൻ തന്നെ ഒരാളിപ്പോ ഓഫീസിലേക്ക് കയറി വരികയാണ്, അയാളെങ്ങാനും ഇംഗ്ലീഷിലാണ് സംസാരിച്ച് തുടങ്ങുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാ, വെപ്രാളാണേ. കാരണം അങ്ങോട്ട് മറുപടി പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഡിഗ്രി വരെ പഠിച്ചതാണ്, അത്യാവശ്യം ഇംഗ്ലീഷ് കേട്ടാലും എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയാനൊക്കെ എനിക്ക് പറ്റും. പക്ഷെ പ്രയോഗിക്കില്ലല്ലോ, അതിൽ കുടുങ്ങിട്ട. നമ്മുടെ ആ ഭാസ്കരേട്ടന്റെ കൂടെ ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കുക, മൂപ്പര് വലിയ കുഴപ്പമില്ല പറയുന്നത്. ഞങ്ങളങ്ങോട്ട് മെല്ലെന്ന ആയിക്കോട്ടെ. പിരിവ് അത് വേണ്ട, അത് വേണ്ട, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. വേണ്ട ഇരിക്കട്ടെ മാഷെ, എന്റെ ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് മറിമായം